വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 100 ഡേ സ്റ്റഡി പ്ലാൻ, അതിനുശേഷം മൊഡ്യൂൾ വൈസ് അനാലിസിസ്, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ അതിൽ 75 ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 76 ആണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ള ചോദ്യം. ഇതാണ്: ഔട്ട് ഓഫ് വിച്ച് ഇൻകം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G ഈസ് നോട്ട് അലൗഡ്? താഴെ പറയുന്നതിൽ ഏത് ഇൻകത്തിൽ നിന്നാണ് നമുക്ക് 80G അല്ലെ കുറയ്ക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമ്പർ 1, ഇൻകം ഫ്രം സാലറി. ദെൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A, ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഇൻകം ഫ്രം HP. 80G എന്ന് പറയുമ്പോൾ എന്താ? ഡൊണേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന സെക്ഷനാണ് ഈ പറയുന്ന 80G. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെ, അതിനൊക്കെ നമ്മൾ ഡൊണേഷൻ കൊടുക്കും. അപ്പോൾ 80C to 80U എന്ന് പറയുന്ന ഡിഡക്ഷൻസ് മുഴുവൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അല്ലെ. ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടുന്നു. കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻകം ഫ്രം സാലറി അല്ലെ, സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യണു, HP കമ്പ്യൂട്ട് ചെയ്യണു അല്ലെ. അങ്ങനെ ഓരോ 5 ഹെഡ്സിലെ ഓരോ ഇൻകവും കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ദെൻ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമുക്ക് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U കുറയ്ക്കാൻ പറ്റുക. അതിൽ വരുന്നതാണ് ഈ പറയുന്ന 80G അല്ലെ. അതല്ലാതെ കണ്ട് കമ്പ്യൂട്ട് ചെയ്യാത്ത ഇൻകത്തിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ സാധിക്കില്ല 80C to 80U ഒന്നും. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നതിന് ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻകാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചാൽ. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് പറ്റും, സാലറി ഇൻകം ഫ്രം HP പറ്റും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടില്ല അല്ലേ. അത് മാത്രമല്ല, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 111A നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതല്ല അല്ലേ. അപ്പോൾ ആൻസർ നോട്ട് അലൗഡ് എന്ന് പറയുന്നത് ഏത് ഇൻകാ? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A നിന്ന് നമുക്ക് ഈ പറയുന്ന 80G കുറയ്ക്കാൻ സാധിക്കില്ല, നോട്ട് അലൗഡ് ആണ്. സോ ആൻസർ വരാ ഓപ്ഷൻ B ആണ്. Okay, moving to question number 77. Towards the end of the stage, prices of the product begin to fall. Profits peak. By this time, most firms have recovered their development costs and their main priority is to increase or retain market share and enhance profit. Which stage of the product life cycle is mentioned here? താഴെ പറയുന്നത് ഏത് സ്റ്റേജിനെ പറ്റിയിട്ടാണ് പറയണമെന്നാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേജിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. മെച്യൂരിറ്റി, ഡിക്ലൈൻ, ദെൻ ഗ്രോത്ത്, ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകത എന്താ? ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് അതല്ലേ. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ഇല്ല, അധികം ഉണ്ടാവില്ല, കോസ്റ്റ് കൂടുതലായിരിക്കും, സെയിൽസ് ഒന്നും അധികം ആയിട്ട് വരാത്തൊരു സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. അപ്പോൾ അതല്ല. ദെൻ പിന്നെ ഇൻട്രൊഡക്ഷന് ശേഷം ഗ്രോത്ത് സ്റ്റേജിലാണ് നമുക്ക് റൈസിങ് സെയിൽ, റൈസിങ് പ്രോഫിറ്റ്സ് ആണ്. ദെൻ പിന്നെ വരുന്നതാണ് മെച്യൂരിറ്റി സ്റ്റേജ്. മെച്യൂരിറ്റി സ്റ്റേജിലാണ് എന്താ? ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് റൈസിങ് സെയിൽസ്, റൈസിങ് പ്രോഫിറ്റ്സ് ആണ്, എല്ലാതും കൂടുതലാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. ദെൻ അതിനുശേഷം പിന്നെ ഇപ്പോൾ ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. ഡിക്ലൈനിൽ എന്താ? പ്രോഫിറ്റ് കുറയും, സെയിൽസും കുറയും, എല്ലാതും താഴേക്ക് പോകുന്നൊരു സ്റ്റേജാണ് ഡിക്ലൈൻ. മെച്യൂരിറ്റി സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താ? അറ്റ് ദി എൻഡ് ഓഫ് ദി സ്റ്റേജ് പ്രൈസസ് ഓഫ് ദി പ്രോഡക്റ്റ് ബിഗിൻ ടു ഫോൾ. പ്രൈസസ് കുറയും, പ്രോഫിറ്റ് നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം പീക്കിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ദെൻ മോസ്റ്റ് ഫേംസ് റിക്കവർഡ് ദെയർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ഇറക്കിയ
പൈസ അതൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സ്റ്റേജിലാണ്. മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിൽക്കുക, പ്രോഫിറ്റ് കൂട്ടുക, ഇനി എന്തെങ്കിലും എൻഹാൻസ് അതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക മെച്യൂരിറ്റീസ്. ഏത് സ്റ്റേജാ? മെച്യൂരിറ്റി സ്റ്റേജ്. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രൈസസ് കുറയുന്നു മെച്യൂരിറ്റിയിലാവുമ്പോഴാണ്. നേരെ കുറച്ച് ഗ്രോത്ത് സ്റ്റേജിലൊക്കെ എന്താ ഒക്കെ ഹൈ പ്രൈസ്, നമുക്ക് ഒക്കെ ബെറ്റർ ആയിട്ട് പോകുന്ന സ്റ്റേജാണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് റൈസിങ് ആണ്, കൂടി വരാം. ഏറ്റവും പീക്കിലെത്തി ആ ഒരു ലെവലിൽ നിൽക്കുന്നത് എന്താണ്? മെച്യൂരിറ്റിയിലാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻ. സോ ആൻസർ വരാ ഓപ്ഷൻ എ, മെച്യൂരിറ്റി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 78. Which of the statement is not true about auditing working papers? Auditing working papersനെ റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? നമ്പർ 1, it can be used as a permanent record for future references. പെർമനന്റ് റെക്കോർഡായിട്ട് യൂസ് ചെയ്യാം ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ശരിയാണ്. It shows the extent of adherence to accounting principles and auditing standards. It shows the extent of adherence to accounting principles-നും auditing standards-നും അതും കറക്റ്റ് അല്ലേ? And it provides a means to control the ongoing audit work. Provides a means to control. അതിനും ഓഡിറ്റ് വർക്കിനെ അതിനുള്ള കൺട്രോളും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. Then it only mentions the name, nature and board of directors of company. ഇതിൽ കൂടിയിട്ട് മെൻഷൻ ചെയ്യുന്നത് നെയിം, നേച്ചർ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി, ഈ 3 കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. അതിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പേഴ്സിൽ ആക്ച്വലി ഉണ്ടാകും അല്ലേ? നമ്മളിപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള എവിഡൻസസ്, ഓഡിറ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നോട്ട് ട്രൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 79. എ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് discontinued in the previous year 1920. The brought forward loss can be set off against income from. അപ്പോൾ നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, അതിൻ്റെ ലോസ് നമുക്ക് ഏത് ഇൻകവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം? നോൺ സ്പെക്കുലേറ്റീവ് ആണ് കേട്ടോ, സ്പെക്കുലേറ്റീവ് അല്ല. സോ ഇൻകം ഫ്രം സാലറി, സ്പെക്കുലേറ്റീവ് ബിസിനസ്, അണ്ടർ എനി ഹെഡ് ഓഫ് ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ എന്തുമായിട്ടാണ് നോൺ സ്പെക്കുലേറ്റീവ് ബിസിനസ്? സാലറി ആയിട്ട് നമുക്ക് അല്ലേ പറ്റില്ല. ദെൻ സ്പെക്കുലേറ്റീവ് ആയിട്ട് പറ്റില്ല. നോൺ സ്പെക്കുലേറ്റീവ് ആയിട്ട് പോസിബിൾ അല്ല. സ്പെക്കുലേറ്റീവ് ആയിട്ട് മാത്രമേ പറ്റുള്ളൂ. ദെൻ അണ്ടർ എനി അതർ, അതും ശരിയല്ല. ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് ആണ് നമുക്ക് പറ്റുക. നോൺ സ്പെക്കുലേറ്റീവ് ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 79. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 80. എമംഗ് ദ ഫോളോയിങ് വിച്ച് ഓഫ് ദീസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി? പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, പുഷ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുത്ത് ഡിമാൻഡ് കൂട്ടുന്ന പരിപാടിനെയാണ് പുൾ മാർക്കറ്റിംഗ് എന്ന് പറയാം. പുഷ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൽ നേരെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിച്ച് ഡയറക്റ്റ് സെല്ലിങ് അങ്ങനെയൊക്കെ നേരെ പ്രോഡക്റ്റ് എത്തിച്ച് അങ്ങനെ പ്രോഡക്റ്റ് എങ്ങനെയും വിൽക്കാൻ നോക്കുന്നതാണ് ഈ പറയുന്ന പുഷ് എന്ന് പറയുന്നത്. പുൾ എന്ന് പറയുമ്പോൾ അവയർനെസ് കൊടുത്ത് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ ഏതാണ് പുള്ളിന് എക്സാമ്പിൾ? നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് ടു കസ്റ്റമേഴ്സ്, അത് പുഷാ. മീഡിയ കവറേജ്, ദെൻ മെയിൻറ്റെയിനിങ് ആൻഡ് എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ, ഡിറക്റ്റ് മെയിൽ ആഡ്സ്. എന്താ മീഡിയ കവറേജ് ആണ്. മീഡിയ കവറേജിൻ്റെ എയിം എന്താണ്? അവയർനെസ് കൊണ്ടുവന്ന് ഡിമാൻഡ് കൂട്ടലാണ് എയിം. സോ പുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ എക്സാമ്പിൾ ആക്ച്വലി മീഡിയ കവറേജ് ആണ്. മെയിൻറ്റെയിനിങ് ആൻഡ് എഫിഷ്യൻറ്റ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ് സിസ്റ്റം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിറക്റ്റ് മെയിൽ ആഡ്സ് നേരിട്ടിട്ട്, അതും പുഷിൽ വരുന്നതാണ്. സോ ആൻസർ വരാം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസിൻ്റെ
ഡീറ്റെയിൽ ഡിസ്കഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയസ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.